എന്റെ അച്ഛൻ്റെ അനിയന്റെ മകളെ ലക്ഷ്മി. ഈ ഞായറാഴ്ച അവിടുന്ന് പോകുന്നേ ഉള്ളൂ. പോകുന്നതുകൊണ്ട് വളരെ സന്തോഷവതിയായിട്ടാണ് പോകുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നും നോക്കില്ല. ഇപ്പം ഞങ്ങളിപ്പോൾ അന്വേഷിച്ചിട്ടും വേറെ കാര്യങ്ങളൊന്നും കാണുന്നില്ല. എന്തുകൊണ്ടാണ് അവള് ആത്മഹത്യ ഇങ്ങനെ ചെയ്തതെന്ന് അറിയത്തില്ല ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾക്ക് ഇതിലെന്ത് ദുരൂഹതയുണ്ട്, സംശയമുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് 1ാം വർഷ വിദ്യാർത്ഥിനിയായ കോട്ടയം കിടങ്ങൂരിലെ ലക്ഷ്മി സ്വയം ജീവനൊടുക്കേണ്ട ഒരു സാഹചര്യമില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവസവും ലക്ഷ്മി സന്തോഷവതിയായിരുന്നു. കൂട്ടുകാരികളെ വിളിച്ചിരുന്നു. ഒരാഴ്ച മുൻപ് വീട്ടിൽ വന്നുപോയിരുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിനായി ന്യൂസിലൻഡിൽ പോകണമെന്ന ആഗ്രഹം ഉൾപ്പെടെ ലക്ഷ്മി പങ്കുവച്ചിരുന്നതായും കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നു. ലക്ഷ്മി പറയുന്ന വെള്ളിയാഴ്ച രാത്രി വന്നു, എന്നിട്ട് ഞായറാഴ്ച പോവുക ചെയ്തത്. ഞായറാഴ്ച ലക്ഷ്മി പോയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അവിടെ പോയിട്ട് പിന്നെ അവള് അതായത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് സൂയിസൈഡ് ചെയ്തെന്നാണ് പറയുന്നത്. അപ്പൊ തലേന്നും ഒക്കെ അമ്മയെ വിളിച്ച് വളരെ സന്തോഷത്തോടെ അവള് സംസാരിച്ചതാണ്. എനിക്ക് വെളിയിൽ പോകാനാണെങ്കിൽ ന്യൂസിലാൻഡിൽ പോകാനാണ് ഇഷ്ടം, ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. കോഴിക്കോട് നഴ്സിംഗ് കോളേജിൽ 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് വരവേൽപ്പ് നൽകുന്നതിനിടെ ലക്ഷ്മിയെ കാണാത്തതിനാൽ പരിശോധിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 1ാം വർഷ പരീക്ഷയിൽ ചില വിഷയങ്ങളിൽ പരാജയപ്പെട്ടത് ലക്ഷ്മിയെ മാനസിക സമ്മർദ്ദത്തിലാഴ്ത്തിയിരുന്നതായി സഹപാഠികൾ വ്യക്തമാക്കുന്നു. എന്നാൽ കുടുംബം അതിനോട് യോജിക്കുന്നില്ല. മരണത്തിൽ ദുരൂഹത ഉണ്ട് എന്ന് തന്നെയാണ് കുടുംബം വ്യക്തമാക്കുന്നത്. അതിനിടെ പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ നടന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇക്കാര്യത്തിൽ നിർണായകമാണ്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.